ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് എഫക്ട്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ മീഡിയയിലേക്ക് വരിക. മീഡിയയിലേക്ക് വന്ന ശേഷം നമ്മളൊരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വന്നിപ്പം ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. 1:1 റേഷ്യോയിൽ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് 2 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ബീറ്റ് മാർക്ക് ചെയ്യണം. അതായത് നമ്മളെപ്പം ചെയ്യുന്ന പോലെ തന്നെ 1.5 1 1.5 ഓക്കെ. ഇവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ കീ ഫ്രെയിംസ് വരുന്നത്, പിന്നെ ഫസ്റ്റിലും എൻഡിലും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ വരിക, സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക, സ്ട്രോക്കിൻ്റെ കളറ് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 50ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. കുറച്ച് അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കീ ഫ്രെയിമും വാല്യൂസൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസിഷൻ ഫുള്ള് കൊള്ളാവും. അതുകൊണ്ട് തന്നെ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, 3Dയിൽ ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഷെയ്ഡിങ് ഉണ്ടാവും, അത് നമ്മൾ ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡെപ്ത് ഉണ്ടാവും, അത് 100ലായിരിക്കും ഉണ്ടാവുക. അത് വന്ന് നമ്മൾ 1ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഇതേപോലെ 1ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിവിടെ വിഡ്ത്തിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് 100ലായിരിക്കും ഉണ്ടാവുക, അത് നമ്മളൊന്ന് 600ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 100 600ലേക്ക് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് 600ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹൈറ്റും 100ലായിരിക്കും ഉണ്ടാവുക, അതും നമ്മൾ 600ലേക്ക് തന്നെ 300ലാണുള്ളത്, അതും നമ്മൾ 600ലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഇതന്നെ കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ഒരിക്കൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിവിടെ ഓറിയൻറ്റേഷൻ ഉണ്ടാവും മുകളിൽ. അപ്പോൾ ഓറിയൻറ്റേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ആൽഫയുടെ വാല്യൂ ആണ് നമ്മൾ 90 ആക്കി കൊടുക്കുക. ഓക്കെ, ആൽഫയുടെ വാല്യൂ നമ്മൾ 90 ആക്കി കൊടുക്കുക ഇതേപോലെ. ഓക്കെ, കറക്റ്റ് 90 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ദെൻ നമ്മളിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വൈര വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ ആ ഒരു ലെയർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ കുറച്ച് ഓറിയൻറ്റേഷൻ, റൊട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് അടുത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കെയർഫുള്ളായി വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറിയൻറ്റേഷനിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മളടുത്ത കീ ഫ്രെയിം പറയുന്നത് 1ലാണ്. ഓക്കെ, 1ലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ബീറ്റ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ബീറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 90 ആക്കി കൊടുക്കുക. ഓക്കെ, ബീറ്റയുടെ വാല്യൂ നമ്മൾ കറക്റ്റ് 90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് 90 ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ആൽഫയുടെ വാല്യൂ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ആൽഫയുടെ വാല്യൂ നമ്മൾ 101ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ആൽഫയുടെ വാല്യൂ നമ്മൾ പോസിറ്റീവ് 101ലേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് 101. ഓക്കെ, ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ 4th കർവാണ് കൊടുക്കുന്നത്. ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക, ഇന്നും നമുക്ക് ആവശ്യമുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അടുത്ത ഓറിയൻറ്റേഷൻ്റെ കീ ഫ്രെയിം പറയുന്നത് ഏറ്റവും എൻഡിലായിട്ടാണ്. അപ്പോൾ എൻഡിലായിട്ടുള്ള ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബീറ്റയുടെ വാല്യൂ നമ്മൾ കറക്റ്റ് 0ലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മുടെ ആൽഫയുടെ വാല്യൂ വന്ന് നമ്മൾ -17ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൽഫയുടെ വാല്യൂ നമ്മൾ -17ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ ഇവിടെയും നമ്മൾ ആ ഒരു 4th കർവാണ് കൊടുക്കുന്നത്.
ഇനി അടുത്തത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേഷനാണ് കൊടുക്കേണ്ടത്. റൊട്ടേഷനിൽ നമ്മൾ കൊടുക്കേണ്ട കീ ഫ്രെയിം പറഞ്ഞാൽ 0.15 ഒരു കീ ഫ്രെയിം, അതേപോലെ 1.15 ഒരു കീ ഫ്രെയിം, ഇതേപോലെ 2 കീ ഫ്രെയിംസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ വാല്യൂസ് ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ സെഡിൻ്റെ വാല്യൂ നമ്മൾ 90ലേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ സെഡിൻ്റെ വാല്യൂ നമ്മൾ 90ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ വൈയുടെ വാല്യൂ നമ്മൾ 20ലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇവിടെ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കാര്യം മറന്നുപോയി, അതായത് ഓറിയൻറ്റേഷനിൽ നമ്മൾ വൈയുടെ വാല്യൂ കൂടെ കൊടുക്കണം. വൈയുടെ വാല്യൂ വന്ന് നമ്മൾ 170ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ചെയ്യാൻ ജസ്റ്റ് മറന്നുപോയി. ഓക്കെ, 170ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു വൈയുടെ വാല്യൂ വന്ന് ഓക്കെ പോസിറ്റീവ് 170 ആണ്. അത് സെറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ മറന്നുപോയി, നിങ്ങൾ ജസ്റ്റ് മറക്കാതിരിക്കുക. ദെൻ ആ ഒരു കർവ് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് അടുത്തത്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. ദെൻ എഫക്ട്സിലേക്ക് വരിക. ദെൻ നമ്മൾ ആ ഒരു ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഡെപ്ത് എടുക്കുക. ഫസ്റ്റ് ഡെപ്ത് എടുക്കുക. ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് വെച്ചതാണ്, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇനി ചേഞ്ച് ചെയ്യണം. ദെൻ നമ്മൾ ഡെപ്തിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡെപ്തിൻ്റെ വാല്യൂ നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അതേപോലെ തന്നെ ഹൈറ്റ് നമ്മൾ 600ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വാല്യൂസ് ഫുള്ള് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റും വിഡ്ത്തും നമ്മൾ 600ലേക്കാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതും വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അത് ടൈം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് ഇത് മൂന്നും നമ്മൾ 100ലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പൊസിഷനിലേക്ക് വരിക. ഇവിടെ താഴെ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പൊസിഷനിലേക്ക് വന്ന ശേഷം നമ്മൾ പൊസിഷൻ്റെ വാല്യൂ ആണ് ഇനി ചേഞ്ച് ചെയ്യുന്നത്. പൊസിഷൻ്റെ എന്ന് പറഞ്ഞാൽ Z ആക്സിസിലേക്ക് ഫസ്റ്റ് വരിക. Z ആക്സിസിലേക്ക് വന്ന ശേഷം നമ്മൾ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 9 to 7 ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് പറഞ്ഞാൽ വൈയുടെ വാല്യൂ ആണ്. വൈയുടെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യണം. ഒരു 97 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് അതിൻ്റെ അടിയിൽ സ്കെയിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 1.40 ഓക്കെ, ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ സ്കെയിലിൻ്റെ വാല്യൂം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്ന് സ്ട്രോക്കിൻ്റെ കളർ വന്ന് നിങ്ങൾ വേറൊരു കളർ ആക്കി കൊടുക്കുക. വൈറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു കളറ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു കളറ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇതാ ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ സ്ട്രോക്കിൻ്റെ വാല്യൂം കുറച്ച് ഇൻക്രീസ് ചെയ്യണം. ഒരു 70 to 80 ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ട്രോക്ക് വന്ന്. ഇനി അടുത്ത് നമ്മുടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ക്യൂബിന് നമ്മൾ മൂവ്മെൻറ്റ് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ പൊസിഷനിലേക്ക് വരിക. പൊസിഷനിലേക്ക് വന്ന ശേഷം നമ്മൾ ഇതേപോലെ 2 കീ ഫ്രെയിംസ് കൊടുക്കുക. ഇവിടെ പൊസിഷനിൽ 2 കീ ഫ്രെയിംസ് ഇതേപോലെ കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിന് ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിന് എക്സിൻ്റെ വാല്യൂ നമ്മൾ 21ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 21ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളതിന് കൊടുക്കേണ്ട കർവ് പറയുന്നത് ഈ ഒരു കർവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അടുത്ത പൊസിഷനിലേക്ക് വരിക. അടുത്ത പൊസിഷൻ എന്ന് പറയുമ്പോൾ 1.15ലേക്ക് വന്ന ശേഷം എക്സിൻ്റെ വാല്യൂ വന്ന് നമ്മൾ -14ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, -14ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെയും നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു സെയിം കർവ് കൊടുക്കുക. എഗെയിൻ നമ്മൾ ഏറ്റവും എൻഡിലേക്ക് വരിക. അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അവിടെ വന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ വന്ന് +17ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ +17ലേക്ക് സെറ്റ് ചെയ്തിട്ട് അത് എൻഡിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കർവ് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ നമ്മൾ ഗ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഗ്ലോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഗ്ലോ എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ഹാർഡ്നെസ് വന്ന് നമ്മൾ ഫുള്ളായി കുറച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നോർമലാക്കി കൊടുക്കുക. ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലാക്കി കൊടുക്കുക. അതേപോലെ കളറ് നിങ്ങൾ നേരത്തെ കൊടുത്ത സെയിം കളർ തന്നെ ഉണ്ടാവും, അത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് നിങ്ങൾ കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ എഫക്ട്സിലേക്ക് വരിക. ആ ഒരു ഗ്ലോ എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ താഴെ ആ ഒരു ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ പൊസിഷനിലുള്ള എല്ലാ കീ ഫ്രെയിംസും റിമൂവ് ചെയ്യുകയാണ്. ഇതേപോലെ ഒരു എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് റിമൂവ് ചെയ്ത് കൊടുത്താൽ, അതായത് ആ എൻഡിൽ നിന്ന് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഈ ഒരു വാല്യൂസ് കിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു വാല്യൂസ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സ്കെയിലിൽ വരിക. സ്കെയിലിൽ വന്ന ശേഷം നമ്മൾ സ്കെയിൽ വന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ സ്കെയിൽ കുറക്കുന്നതിന് മുമ്പേ നമ്മൾ പൊസിഷനിൽ വരിക. പൊസിഷനിൽ വന്ന ശേഷം നമ്മുടെ വൈയുടെ വാല്യൂ വന്ന് 100 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സെഡിൻ്റെ വാല്യൂ വന്ന് നമ്മൾ നന്നായി കുറച്ച് കൊടുക്കുക. ഓക്കെ, സെഡിൻ്റെ വാല്യൂ നമ്മൾ നന്നായി കുറച്ച് കൊടുക്കുക. മൈനസിലേക്ക് വരിക. ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ -100ലേക്ക് സെറ്റ് ചെയ്യുക. നമ്മൾ സെഡിൻ്റെ വാല്യൂ -100ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്ത ശേഷം നമ്മൾ സ്കെയിലിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. സ്കെയിലിൻ്റെ വാല്യൂ പറയുമ്പോൾ ഒരു 0.46 ആ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, ഈ ഒരു രീതിക്ക് നമ്മൾ സ്കെയിലിൻ്റെ വാല്യൂ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഷെയ്ഡിങ് ഉണ്ടാവും. അത് വന്ന് നമ്മൾ പോയിൻറ്റ് ലൈറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ലെയർ വന്ന് ഇതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഇപ്പോൾ ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ കാണുന്ന ലെയർ, ഈ കാണുന്ന ലെയർ വന്ന് ഇതാണ് നമ്മൾ നടുക്ക് കൊടുക്കുന്നത്. ഈ താഴെയുള്ള ലെയറാണ് നടുക്ക്. നമ്മൾ നേരത്തെ ചെയ്ത ലെയർ ഏറ്റവും അടിയിൽ. ഈ ഒരു രീതിക്കാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ഇതേപോലെ. ദെൻ ഷേപ്പിൽ വന്ന ശേഷം നമ്മൾ എക്സിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 300ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ദെൻ വൈയുടെ വാല്യൂ വന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ഫ്രെയിമാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു സൈസിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് വന്ന് നമ്മൾ ഇതേപോലെ സൂം ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ഇതേപോലെ സൂം ചെയ്തിട്ട് ഓക്കെ, ഇതേപോലെ ഏകദേശം നമുക്കൊരു ഫ്രെയിമിൻ്റെ കറക്റ്റായിട്ട് ഇതേപോലെ വന്ന ശേഷം നമ്മൾ ഇതേപോലെ മൂവ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനിൽ വന്ന ശേഷം ഇതിന് ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കുകയാണ്. -45 ഡിഗ്രിയിൽ കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ലെയറും, അതായത് ആ ഒരു റെക്റ്റാങ്കിളും ആ ഒരു ഫ്രെയിമും കൂടി ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഈ ഒരു രീതിക്ക് നിങ്ങൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ലെയറിന്ന് ഈ ഒരു എഫക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗ്ലോ എഫക്റ്റ് കളയുക. ഇവിടെ നമുക്ക് ഗ്ലോയുടെ ആവശ്യമില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ പൊസിഷനിലേക്ക് വരിക. പൊസിഷനിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കീസ് കംപ്ലീറ്റ് ആയിട്ട് കളയുക. അത് നിങ്ങൾ എൻഡിൽ തന്നെ കളയാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു വാല്യൂസൊക്കെ കിട്ടുള്ളൂ. ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു എൻഡിൽ നിന്ന് കീ ഫ്രെയിംസൊക്കെ കളയുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സെഡിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സെഡിൻ്റെ വാല്യൂ നമ്മൾ ഒരു 674 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഈ വാല്യൂസൊക്കെ ഫസ്റ്റ് തന്നെ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് വരുന്നതെന്ന്, അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റാവുന്ന ആ ഒരു വാല്യൂവിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 674 ആ ഒരു വാല്യൂ സെറ്റ് ആയിട്ടുണ്ട്. ദെൻ എക്സിൻ്റെ വാല്യൂ പറഞ്ഞാൽ 98ലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടലുണ്ടാവും. അത് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ലാഗ് ഉണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ വന്ന് നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. അത് വന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു എല്ലാ ലേയേഴ്സും നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുകയാണ്. ദെൻ ഇതിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഇതേപോലെ സൂം ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ 4th കർവ് നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു 4th കർവ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാഗ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ ഇത് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക. ഇവിടെ മുകളിൽ കാണുന്ന ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് തന്നെ വരിക. നമ്മൾ 0.15 അതേപോലെ തന്നെ 1.15 ഇവിടെ 2 സ്ഥലത്തും കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട്
1.15 പോർഷനിൽ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് സ്ലൈറ്റ്ലി നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ വന്ന് നമ്മൾ ആ ഒരു കർവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇവിടെയും നമ്മൾ വന്നിട്ട് സൂമാണ് കൊടുക്കേണ്ടത്. ഇവിടെ 1-ൽ അതേപോലെ എൻഡിൽ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു 4th കർവ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ ഒരു കർവ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു കിഡിലൻ ട്രാൻസ് ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഈ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.